എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഐഡിയ ആയിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തുരുമ്പ് പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. ആണികൾ, സ്ക്രൂ, നട്ട്, ബോൾട്ട്, പിന്നെ പഴയതുപോലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, അങ്ങനെ തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് തുരുമ്പ് പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കളയാറില്ലേ? അപ്പോൾ അതിനൊക്കെ നല്ലൊരു റീയൂസ് ഐഡിയ ആണ് കേട്ടോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതൊക്കെ വെച്ചിട്ടൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നല്ലേ. അതൊന്നല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന, ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇതുപോലത്തെ തുരുമ്പ് പിടിച്ച സാധനങ്ങളെ എങ്ങനെ ഉപയോഗപ്രദമാക്കി മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ ഏതെങ്കിലും കുപ്പി, വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാമല്ലോ, അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഈ ആണിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെള്ളം കൂടി ഒഴിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തുരുമ്പ് പിടിച്ചതാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിന് നല്ല കളറ് വരും. ഇതിപ്പോൾ വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ദിവസം മുതൽ 2 ദിവസം വരെ ഇത് ഇങ്ങനെ തന്നെ വെക്കാം. ഞാനിപ്പോൾ ഒരു ദിവസമാണ് വെക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്കിതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തി. കണ്ടോ, ഇതാണ് നല്ലൊരു അയൺ ടോണിക്കാണിത്. നമുക്ക് ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മഞ്ഞ കളറ് ചിലപ്പോൾ ഇലകൾക്കൊക്കെ വരാറുണ്ട്. അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. കറിവേപ്പിനും അതുപോലെ റോസിന് അങ്ങനെ ഒരുപാട് ചെടികൾക്ക് അങ്ങനെ കണ്ടുവരാറുണ്ട്. ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ടോണിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇത് ചെടികൾക്കുള്ള നല്ലൊരു അയൺ ടോണിക്ക് തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ കാശ് കൊടുത്തിട്ട്, അതിന് പകരമുള്ള ആ ഒരു സംഭവമാണ് ഇത്. പിന്നെ ഇങ്ങനത്തെ തുരുമ്പ് പിടിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. എൻ്റെ കൈ ഇപ്പോൾ മുറിഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊരു ധൈര്യത്തിലങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് തന്നെ ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് അത് ചെടികളുടെ കടയിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മണ്ണ് നീക്കിയിടുകയും ചെയ്യാം. നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്തുന്ന പൂച്ചെടികൾക്കോ അല്ലെങ്കിൽ വലിയ ചെടികൾക്കോ പുറത്ത് മണ്ണിൽ നിൽക്കുന്ന ചെടികൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. വളരെ എഫക്റ്റീവാണ്. ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ ഇങ്ങനത്തെ അസുഖമുള്ള ചെടികൾക്ക് ഇങ്ങനെ മഞ്ഞ കളറൊക്കെ വല്ലാണ്ട് ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ തുരുമ്പ് പിടിച്ചൊന്നും ഇല്ലെങ്കിൽ, സാധാരണ അങ്ങനെ അത്ര വിലയൊന്നുമില്ലല്ലോ ഈ ആണിക്ക്, ഇരുമ്പിൻ്റെ ആണിക്ക്, അത് കുറച്ച് വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും നമുക്ക് വെള്ളത്തിലിട്ടേക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ ഒരു ടോണിക്ക് വാങ്ങുന്നതിനേക്കാളും വളരെ വില കുറവേ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് കറിവേപ്പിന് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ കറിവേപ്പ് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇതിനെങ്ങനെയാണ് നന്നായി വളർത്തിയെന്നുള്ള ഒരു ടിപ്പൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇതിനിപ്പോൾ അത്രയ്ക്കധികം ഇലകൾക്കൊന്നും കേടില്ല. ചെറുതായിട്ട് ഞാനൊന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും കൂടി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്. നമുക്ക് കറിവേപ്പിന് മാത്രമല്ല ഏത് ചെടികൾക്കും ഈ ഒരു ഐഡിയ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ വെറുതെ അയൺ ടോണിക്കൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നമുക്കൊരു ചിലവില്ലാത്ത കാര്യമാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി.